വിരമിക്കുന്ന അംഗൻവാടി വർക്കർമാർക്ക് എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡിൽ യാത്രയയപ്പ് നൽകി. ഫിനിക്സ് അംഗൻവാടിയിലെ സുജാലത, പ്രിയദർശിനി അംഗൻവാടിയിലെ മോഹിനി എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. ഇ.ടി. ടൈസൺ എം.എൽ.എ. യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ എഡ്യൂക്കേഷൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഏറ്റവും നന്നായി കുട്ടികളെ ആ മേഖലയിലേക്ക് കൊണ്ടുവരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുവഹിച്ച ആളുകളാണ് ആര്? അംഗൻവാടിയിലെ അധ്യാപകർ. പണ്ടിവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, ആദ്യം ഈ മേഖലയിലൊന്ന് വന്നത് അവരൊരു ഇഷ്ടം കൊണ്ടല്ലാതെ മറ്റൊരു കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ചെറിയ പൈസ കിട്ടി, 100 രൂപ കിട്ടി. 100 രൂപയാണ് ആര്? ഞാൻ ടീച്ചറോട് തൊട്ടടുത്ത് ചോദിച്ചു, എത്ര രൂപയാണ് ടീച്ചർക്ക് ആദ്യമായി കിട്ടിയ? അന്ന് 100 രൂപയാണ്. ഇപ്പോഴത്തെ കാശൊന്നും പറയില്ല, ഇപ്പോഴും ഭയങ്കര കാശൊന്നുമില്ല, എന്നാലും അത്യാവശ്യം കാശൊക്കെ ചെറുതൊക്കെ ഉണ്ട്. എന്നാൽ അത് മതിയോ എന്ന ചോദ്യത്തിന് ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പോരാന്ന് തന്നെയാണ് ഉത്തരം. പക്ഷെ അങ്ങനെ പോരാ എന്നത് ശമ്പളം മാത്രം പോരാന്നല്ല കേട്ടോ, ശമ്പളം നല്ലോണം കൂട്ടണം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി.കെ. ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി.ആർ. നിഖിൽ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം.എസ്. നിഖിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നവമി പ്രസാദ്, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ.വി. സതീഷ്, മുൻ വാർഡ് മെമ്പർ കെ.ആർ. ഹരി എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും ഉണ്ടായിരുന്നു. പൂമണിമാരന്റെ മാനസക്ഷേത്രത്തിൽ പൂജയ്ക്കു വന്നൊരു പൂവാണോ കനിവാനു